എന്താ പറയണ്ടൊന്നും അറിയില്ല ഗൈസ്. മെഡിറ്റേഷൻ ചെയ്ത് ആകെ ഡൗൺ ഒരു കൂത്തട്ട് ഡൗൺ അല്ല, ഉഷാറാവുക പറയും. ഉഷാറാവുക എന്നാ ബോസ് പറഞ്ഞ മാതിരി തന്നെ. ഗൈസ് കണ്ണടച്ചപ്പോ ഒരാള് പോയി. ഗൈസ് ഇവിടെ മൊത്തം ഡാൻസ്. ഫുഡ് പോരാ, ഈ ക്യാമ്പും പോരാ, ക്യാമ്പ് പോരാ, ക്യാമ്പ് പ്രോപ്പർട്ടി ഇട്ടോ ഡാർക്കായി. ഓക്കെ ഓക്കെ. നമ്മൾ പാർട്ട് 2 രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പൊ ഇന്നലത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ മാതിരി തന്നെ ഒന്നും സപ്പോർട്ട് വേണം. എൻ്റെ മോനെ എന്താ ഇത് കാണുന്നത്? എടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പിന് തന്നെ വരുന്നത്. എൻ്റെ മോനെ കിടിലൻ തണുപ്പ്. പുതപ്പെടുക്കട്ടെ. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ. ഇതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ എന്നാലും ലൈക്ക് അടിക്കണേ ഗൈസ്. അങ്ങനെ നാളെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പാട്ടിലേക്ക് കടന്നിരിക്കുന്നു. ഗൈസ് വിത്ത് ക്യാൻ ഫയർ ആണ് ഗൈസ്. ക്യാൻ ഫയർ ആണ് ഗൈസ് വിത്ത് സോങ്. മുട്ടിപ്പാട്ടിന്റെ ടീം അതാ ബാക്കില്. നമ്മളെ മുട്ടിപ്പാട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവിടെ കിടില മുട്ടിപ്പാട്ട് നടക്കുക. നമുക്കൊന്ന് പോയി വന്നാലോ? പൊള്ളിക്കാൻ നമുക്ക്. മുട്ടിപ്പാട്ടാണ് അവിടെ നടക്കുന്നത് ഗൈസ്. നമ്മളവിടെ കിടില മുട്ടിപ്പാട്ട്, ഒരു രക്ഷയില്ല. നമ്മളെ സ്ട്രൈനസ് ക്യാമ്പാണ് ഇന്ന് കളറായിക്കൊണ്ട് നിൽക്കുന്നത്. അടിപൊളി ക്യാമ്പ്.
ക്യാമ്പ് ഫയർ ആണ് ഇവിടെ. ക്യാമ്പ് ഫയർ അതിന്റെ ഒരു പുകയാണ് നിങ്ങൾ കാണുന്നത്. പരിപാടി മൊത്തം കളറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അവിടെ നമുക്ക് എല്ലാ പരിപാടിയും കളറായിട്ടുണ്ട്. അവിടെ പരിപാടിയൊക്കെ ഫിനിഷ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അതാ അവിടെ മുട്ടിപ്പാട്ടൊക്കെ കളറായിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇന്ന് ഉറങ്ങേണ്ടവർക്ക് മാത്രം ഉറങ്ങിയാൽ മതി. ബോസ് ഇന്ന് ഉറങ്ങുന്നില്ല എന്നാ ബോസ് പറയുന്നത്. ഓക്കെ, ഇതാ ചായ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത്. നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടാവും. അടിപൊളി പരിപാടിയാണ്, കിടിലം പരിപാടി, ഒന്നും പറയാനില്ല. ചേട്ടൻ എന്താ അഭിപ്രായം? നല്ല ഒടുക്കത്തെ പ്രോപ്പർട്ടി, ഒരു രക്ഷയില്ല. ഓക്കെ, ചേട്ടൻ എവിടെ സ്ഥലം? ഞാൻ തൃശ്ശൂര്. എന്തൊക്കെയുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്? ഇവിടെ എത്തിയപ്പോ നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല എക്സ്പീരിയൻസ്. മുട്ടിപ്പാട്ട് എങ്ങനെയുണ്ട്? മുട്ടിപ്പാട്ട് നല്ല സൂപ്പർ പാട്ട്. ഓക്കെ, മുട്ടിക്കാളി. ഓക്കെ, അപ്പൊ ചേട്ടനൊക്കെ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പി ആവണമെങ്കിൽ അടുത്ത ക്യാമ്പിൽ നിങ്ങൾക്ക് പങ്കെടുത്താൽ നിങ്ങളും ഹാപ്പി ആവും. അപ്പോൾ നമ്മൾ അടുത്ത ക്യാമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. എന്നാന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഫുഡ് എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ തൈര്, അച്ചാറ്, അതൊക്കെയാണ് നമ്മളെ ഫുഡ് വരുന്നത്. പിന്നെ ഓരോരുത്തർ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. എന്താ അഭിപ്രായം? ഫുഡ് അടിപൊളിയാണ്. അടിപൊളി അടിപൊളി അടിപൊളി. ഉപ്പില്ല. ഓക്കെ, പുളിയില്ല. ഓക്കെ, അടിപൊളി. അടിപൊളിയാണോ? വേണ്ട വേണ്ട, നിങ്ങൾ കഴിച്ചു. ഞാൻ സ്വസ്ഥമായിട്ട് കഴിച്ചോളൂ. അടിപൊളി അടിപൊളി അടിപൊളിയല്ല. എന്താ അടിപൊളിയല്ല പറയാൻ കാരണം? ഒട്ടും ഇഷ്ടമായിട്ടില്ല. നിങ്ങൾക്കോ? മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ.
കഴിഞ്ഞു, ടൈം കഴിഞ്ഞു. ഉപ്പ് കുറച്ച് കമ്മി. കുഴപ്പമില്ല, സെറ്റാണ്. ഓക്കെ ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് നമ്മളെ റൂം. അപ്പോൾ ഇനി മുട്ടിപ്പാട്ടും എല്ലാം കഴിഞ്ഞ് ആൾക്കാരിങ്ങോട്ട് വന്ന് ഇവിടെ കിടന്നുറങ്ങും. അപ്പോൾ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതിലാണ് ഉള്ളത്. കുറച്ച് ലഗേജ്, ഒരു പാൻറ്റ്, ഒരു ഷർട്ട്, പിന്നെ കുറച്ച് ചാർജർ, പിന്നെ നമ്മളെ ക്യാപ്പ്, അതൊക്കെയാണ് ഞാൻ ലഗേജായി കൊണ്ടുവന്നത്. നമ്മളെ സ്കൂൾ പഠിക്കുന്ന ബാഗിൽ ഇട്ട് കൊണ്ടുവന്നതാണ്. വലിയ നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ സെറ്റപ്പായി വന്നതൊന്നുമല്ല. പിന്നെ നമ്മളെ ചെരുപ്പൊക്കെ എടുത്തിന്. പിന്നെ കിടന്നുറങ്ങണം. 11:30 ആയിട്ടുണ്ട്. ടൈം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ടൈം 11:30 ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. എല്ലാവരും ഒരു സൈഡിൽ നിന്ന് എണീച്ച് പോയിട്ടുണ്ട്. ഇവിടെ ഒരാൾ ഇങ്ങനെ സെറ്റ് ആവുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു തണുപ്പ്? അടിപൊളി അല്ലേ? ഓക്കെ ഗൈസ്, അവിടെ സെറ്റ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ക്യാമറയും കാര്യങ്ങളും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ചെരുപ്പൊക്കെ എടുത്ത് പോകാൻ പോവാണ്. എന്താ ബോസ് വന്നിട്ടുണ്ട്. തണുപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ. എൻ്റെ മോനെ, എന്താ ഇത് കാണുന്നത്? എടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പിന് തന്നെ വരുന്നത്. എൻ്റെ മോനെ, കിടിലൻ തണുപ്പ്. പുതപ്പെടുക്കട്ടെ. ഇനി നമ്മൾ കുറച്ച് ട്രക്കിങ്ങും ഭാഗമായിട്ട് അങ്ങനെ നീങ്ങാൻ പോവാണ്. ഗൈസ്, അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ചായ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. ചായ കിട്ട മൂഞ്ചി തിരിഞ്ഞിരിക്കുന്ന ഒരാൾ. ഗൈസ്, അങ്ങനെ നമ്മളെ ചായ വരുന്നുണ്ട്. ചായ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലി ചായ ഇപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അങ്ങനെ എല്ലാവരും ഇവിടെ ഓണായി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തേയിലത്തോട്ടത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അങ്ങനെ രാവിലെ ആയി. ഇപ്പോൾ അവിടെ പാട്ട് കച്ചേരി മേളം തുടങ്ങാൻ പോവാണ്. നമ്മളെ പ്രോപ്പർട്ടി താമസിച്ച റൂം ഇതായിരുന്നു. നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പ്. കിഡിലെ തണുപ്പല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, കിഡിലും തണുപ്പാണ്. അടിപൊളി പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഫോസ്റ്റൽ വാലി, ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ വന്നിരുന്നത്. കിഡിലെ ഇവിടെയാണ് കിച്ചൻ്റെ പരിപാടിയൊക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രക്കിങ് തുടങ്ങി. ഇതങ്ങനെ ഓരോരുത്തർ ഇതാ ട്രക്കിങ്ങിൻ്റെ ഭാഗമായി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അതെ, ആണല്ലേ ഗൈസ്? അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര തണുപ്പാണ്. അതിനോട് ഈ പുതപ്പൊക്കെ എടുത്തിട്ടത് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. എന്താണെന്ന് വെച്ചാൽ 900 കണ്ടിയിലാണല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു തണുപ്പിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ. നിങ്ങൾക്ക് ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകാൻ പോണത് നേരെ മുകളിൽ ഒരു തേയിലത്തോട്ടമുണ്ട്, പിന്നെ കുറച്ച് വ്യൂ കാണാനുണ്ട്. അങ്ങനത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മേലെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ പുതപ്പൊക്കെ ഇട്ടിട്ടാണ് പോണേ കാഴ്ച. എന്താണെന്ന് വെച്ചാൽ കിടിലൻ തണുപ്പാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെ ഫെസിലിറ്റീസ് ഉള്ള ഒരു പുതപ്പ് രാത്രി കിടന്ന പുതപ്പ് എടുത്തിട്ടും കൂടെ ഇറങ്ങിയതാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല, അപ്പാരെ തണുപ്പാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പുതപ്പൊക്കെ ഇട്ട് പോയിക്കൊണ്ട് നിൽക്കുക ഗൈസ്. ഇവിടെ കുറച്ച് ടീം ഇത് നമ്മളെ വാട്ടർ ഫെസിലിറ്റീസ്. ഓ സെറ്റപ്പാണ് ഇവിടെ, വൻ സെറ്റപ്പ് ഗൈസ്. എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. ഞാനാണ് മുന്നിൽ പോണത്. ഞാനാണ് ആദ്യം കാഴ്ചകൾ കാണുക, എന്നിട്ട് ബാക്കിയുള്ളവർ ബാക്കിൽ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണം. നമ്മളാണ് മുന്നിലുള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സൈഡിൽ ഒരു വെളിച്ചം വരുന്നുണ്ട്, വെയിലിങ്ങനെ ആ സൈഡിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അതാ അങ്ങനെ ഓരോരുത്തർ പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ സ്ട്രെയിൻഡേഴ്സിൻ്റെ ആൾക്കാരെ. ഓ മോർണിംഗ് വൈബ് ചിൽ. ഓ ഓക്കെ 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 ഓ ഓക്കെ 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 ഓക്കെ
ബാക്കിൽ പമ്മി നമ്മളെ കോർഡിനേറ്റും അല്ലേ വരുന്നത്. നമ്മളെ രണ്ടാമത്തെ ട്രക്കിംഗ് ആണ്. ട്രക്കിംഗ് അല്ല, ഒരു പ്ലാന്റേഷൻ വർക്കാണ്. നമ്മൾ ഇത് തേയിലത്തോട്ടാണ് ഫുൾ. തേയിലല്ല, സോറി, ഏലത്തോട്ടാണ് ഇത് ഫുള്ള്. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണേ. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് പറയുന്ന മാതിരിയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളിങ്ങനെ ട്രക്കിംഗ് ഇങ്ങനെ ആരംഭിച്ച് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു ചെറിയൊരു കയറ്റൊക്കെ കയറി ഇങ്ങനെ പോവാണ്. ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിച്ചേരും. അപ്പം അങ്ങനെ കുറച്ചിങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ 900 കണ്ടിയിലെ ഏലക്കായ് തോട്ടത്തിലൂടെ നമ്മളെന്താ യാത്ര പോകുന്നത്. ഒരു ട്രക്കിംഗ് ആണ്. ഇതാണ് ഏലക്കായ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഏലക്കായാണ് ഗായ്സ്. നിങ്ങളിപ്പോൾ ക്യാമറയിൽ കാണുന്നതൊക്കെ ഏലക്കായാണ് ഗായ്സ്. ഏലക്കായിൻ്റെ ഒരു കൃഷിത്തോട്ടമാണിത് ഗായ്സ്. അങ്ങനെ നമ്മളിങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുക. ഓ, ഒരു നല്ലൊരു തണുപ്പുള്ള കാറ്റൊക്കെ വീശുന്നുണ്ട്. ഈ ഏലക്ക ഇങ്ങനെ ആടുന്നത് കാണാം. കണ്ട ഗായ്സ്, നല്ലൊരു ഫീലിംഗ് ഉണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ പുതപ്പൊക്കെ എടുത്തതിനോട് കിടിലൻ ഫിറോസ് തണുപ്പ് വേണം, ഒന്നും ചെയ്യാനില്ല. അതിനോട് രാവിലെ കിടന്ന പുതപ്പെടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഞാൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ വെറൈറ്റി ഗൈസ്. കുറച്ച് ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ രാവിലെ മോർണിംഗ് വാൾക്കിംഗ് ആണ്. രാവിലെ തന്നെ ഒരു മലേൻ്റെ മേലേക്ക് നമ്മൾ ഇടിച്ച് കയറിക്കൊണ്ടേ ഇരിക്കാം. ഇത് കയറി കഴിഞ്ഞ് വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അത് മുന്നിൽ ഇതാ കുറേ ടീം പോകുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവുക. ഇന്നലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഇന്ന് കയറ്റാൻ പോണ വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു വെറൈറ്റി ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. ഇതാ ഫിജി ക്യാമറ ആണ്. ഇപ്പോൾ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇതാ കണ്ടോളൂ. ഇതിങ്ങനെ കുടയും. കുറച്ച് നേരം കുടയണം. ഓ, മാക്സിമം എടുക്കാൻ പറ്റും. ഗൈസ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ആ ഫോട്ടോ തെളിഞ്ഞ് വരും ഗൈസ്. കുറേ ഇളക്കാനുണ്ട് ഗൈസ്. എന്നാ ഇളക്കിക്കോ ഗൈസ്, കുറേ ഇളക്കണം. നമ്മൾ കുറച്ചുകൂടി മേലെ എത്തിയാൽ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിപ്പോൾ അവിടെ സിറ്റിംഗ് ആവാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ്റെ അവിടെ കയറാൻ പോവാണ് ഗൈസ്. രാവിലെ തന്നെ ഒരു മെഡിറ്റേഷൻ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് തണുപ്പൊക്കെ? എങ്ങനെയുണ്ട്? നല്ല തണുപ്പ് അല്ലേ? ഇതാണോ ഗിറ്റാറിസ്റ്റ്? ഇന്നലെ കണ്ടിരുന്നു വീഡിയോയില്. ഇത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ ഒരു രാജാക്കന്മാർ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ രാജാവ് ഇരിക്കും, അവിടെ ഭരിക്കും, ഇവിടുന്ന് ഇങ്ങനെ ഭരിക്കും. അതങ്ങനത്തെ സംഭവങ്ങളാണ്. ഗിറ്റാറിസ്റ്റ് ആണ് ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നത്. നമ്മളെ മെഡിറ്റേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൾക്കാരെ കണ്ടില്ലേ? നല്ല ഫ്രഷ് എയർ ആയിരിക്കും കിട്ടുക. തണുത്ത കാറ്റ് വീശുന്നുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടക്കുക. അങ്ങനെ നമ്മൾ കണ്ണടയ്ക്കാൻ പോവാണ്. കണ്ണടച്ച് ഗൈസ്. നമ്മൾ കണ്ണടയ്ക്കാൻ പോവാ. എല്ലാരും കണ്ണടക്കി നോക്കിക്കോളൂ. കണ്ണടച്ചിട്ടുണ്ട് ഗൈസ്. കണ്ണടച്ചു. കണ്ണടച്ചപ്പോ ഒരാള് പോയി. നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അതായിരിക്കും. കൂടെ നിൽക്കുന്ന ആൾക്കാരെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മളെ ലൈഫ് പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, ഫാമിലീസ് ആയിക്കോട്ടെ, നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ നോക്കുക. നമ്മൾ കാരണം ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ നോക്കുക. ഫിസിക്കലി ആൻഡ് മെൻ്റലി. എന്താ പറയണ്ടൊന്നും അറിയില്ല ഗൈസ്. മെഡിറ്റേഷൻ ചെയ്ത് ആകെ ഡൗൺ ഡൗൺ അല്ല, ഉഷാറാവുക പറയും. ഉഷാറാവുക എന്നാ ബോസ് പറഞ്ഞ മാതിരി തന്നെ.
ഗൈസ് അങ്ങനെ നമ്മൾ മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അടിയിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗെയിംസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും പോവും, അത്ര തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ അടിയിലേക്ക് പോവാണ്. ഈ കാണുന്നതൊക്കെ നമ്മളെ ഏലക്കായിൻ്റെ തോട്ടമാണ്, ഫുൾ ഏലക്കായ ഗൈസ്. 900 കണ്ടി എല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണ്. 900 കണ്ടി എല്ലാവരും വന്നിരിക്കേണ്ട ഒരു യഥാർത്ഥ ഒരു നാച്ചുറൽ സ്ഥലമാണ്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. രാത്രിയൊക്കെ കിട്ടില്ല തണുപ്പ്. പിന്നെ മുട്ടിപ്പാട്ടും ഒക്കെ പാടെ കഴിയുമ്പോൾ 2:30 ആയിട്ടുണ്ട്. ഞാനൊക്കെ ഉറങ്ങിയത് 3 മണിക്കറ്റാ, 3 മണിക്ക്. പിന്നെ വേറൊന്നുമില്ല. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ഇത് മൊത്തം ഏലക്കായാണ്, ഫുൾ ഏലക്കായിൻ്റെ ഒരു സാധനമാണ് നിങ്ങൾ കാണുന്നത്. എന്നിട്ട് നമ്മൾ ഇത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി പിന്നെ നമ്മളെ നാട്ടിലേക്ക് ഏലക്കായ ആയിട്ട് വരികയാണ്. അത് മൊത്തം ഏലക്കായിൻ്റെ തോട്ടമായി കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ ഒന്ന് ഫ്രഷ് ആവണം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി പുതപ്പൊക്കെ അവിടെ വെച്ച് പിന്നെ ഒന്ന് ഒരു പാട്ടൊക്കെ വെച്ച് കളറാക്കി, പിന്നെ അത്രയൊക്കെ തന്നെ ഇന്നത്തെ ഇനി കാഴ്ചകൾ വരുന്നുള്ളൂ. ഇന്നലെ ഇനി മെയിൻ പരിപാടി. നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകും. ഒരു മരത്തിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് ഒരു മരത്തിൻ്റെ ഹോളൊക്കെ, വലിയ ഒരു മരമാണ്. ഇവിടെയൊക്കെ ഈ വാട്ടർ, ഈ പൈപ്പ് പോകുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്യാമ്പിൽ നിങ്ങൾ എന്തായാലും വരണം. അത് ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. എവിടൊക്കെയാണ് ക്യാമ്പ് വരുന്നത് ആ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ പറയും. ഇവിടെ നോക്കുമ്പോൾ അടിപൊളി കാഴ്ചയുണ്ട്, പക്ഷേ ഈ മരങ്ങൾ കാരണം ചിലപ്പോൾ അങ്ങ് കാണാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ ആനകളും ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. എൻ്റെ മോനെ കിട്ടില്ല, ഞാൻ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇതാ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ആ സൈഡ് മൊത്തം മല, വെയിലടിച്ചിട്ട് കാണിച്ചു തരാം. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എടാ എന്താ ഇപ്പം ഞാൻ കാണുന്നത്, ഒരു വാൾപേപ്പറൊക്കെ മാറിയില്ലേ. എൻ്റെ മോനെ ഫിനിഷിങ് നോക്ക് ഗൈസ്, നോക്ക് ഗൈസ്, ഒരു ഫിനിഷിങ്. എന്ത് മനോഹരമായ സ്ഥലം. ഇതേമാതിരിയൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ 900 കണ്ടി മെയിന്. നമ്മളെ എവിടെയും കിട്ടൂല ഈ വൈബ്. 900 കണ്ടി, വയനാട്ടിലെ 900 കണ്ടിയിൽ നിങ്ങൾക്ക് വന്നാലേ ഈ മലകൾ ഇവിടെ കാണാൻ കഴിയുള്ളൂ. ഒരു കിട്ടില്ല വാൾപേപ്പറൊക്കെ വിരിച്ച് വെച്ച മാതിരി മോർണിംഗത്തെ കാഴ്ചകൾ കാണുന്നത്. മോർണിംഗ് ആ ഒരു സൺസെറ്റ് ആ മലൻ്റെ മേലേക്ക് അടിച്ചിട്ട് വെരി വെരി ബ്യൂട്ടിഫുൾ. ഇത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയാണ് ഗൈസ്. ഇത് നമ്മളൊരു ജീപ്പ് വന്നിട്ടുണ്ട് ഗൈസ്, അടിയിലൊരു ജീപ്പ് വന്നിട്ടുണ്ട്. ജീപ്പ് സഫാരി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങും ഗൈസ്. കണ്ടോ ആ ഇലൻ്റെ മുകളിലൊക്കെ ഒരു ചുവപ്പ് കളർ വ്യത്യാസം. എന്താണെന്ന് വെച്ചാൽ വെയിലിറക്കാൻ തുടങ്ങി. ഒരു നൈസ് ഒരു 9 മണീൻ്റെ ക്ലൈമറ്റാണ് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത്. രാവിലെ അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെ താമസിച്ച റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇന്നലെ താമസിച്ച സ്ഥലം. ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ കൂടിയിരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ ചെന്ന സ്ഥലം ഇതാണ്. ഫുഡും ഇവിടുന്നാണ് കഴിച്ചത്. ഒക്കെ ഇവിടുന്നാണ് നമുക്ക് സപ്ലിമെൻറ്റും എല്ലാം വന്നത് ഇവിടുന്നാണ്. ഫോസ്റ്റൽ വാലി നമ്മളെ റിസോർട്ടാണ് ഈ കാണുന്നത്. അടിപൊളിയാണ്, നല്ലൊരു വൈബ് എക്സ്പീരിയൻസ് ആണ്. നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കിട്ടില്ല JBLൻ്റെ സ്പീക്കറുണ്ട്. JBLൻ്റെ സ്പീക്കർ ഇത് വെച്ച് ഇവിടെ കുലുങ്ങും. പിന്നെ എപ്പോഴും നമ്മൾ ഈ തണുപ്പ് ഇവിടുന്ന് വിട്ടുപോയിട്ടില്ല. കിട്ടില്ല തണുപ്പ്, ഒരു രക്ഷയില്ല. അതിനോടാണ് എനിക്ക് പുതപ്പ് മേലെ നയിക്കാൻ തോന്നാത്തത്. ഞാനിവിടെ റൂമിലെത്തിയിട്ടും പുതപ്പ് അയക്കാൻ തോന്നുന്നില്ല. കിട്ടില്ല പോലെ തണുപ്പാണ്. അപ്പോൾ അടിപൊളി തണുപ്പ്. പിന്നെ നല്ലൊരു ചുമര് വേറെ തന്നെ. ഈ ചുമരിൻ്റെ മുകളിൽ നല്ലൊരു തണുപ്പുണ്ട്.
വേറെ തന്നെ. ഇതാണ് നമ്മൾ മേലേക്ക് കയറുന്ന സ്റ്റെപ്പ്. ഞാൻ ഇന്നലെ മേലെ കടന്ന് ഞാൻ അവിടെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം. ക്യാരംസൊക്കെ ഓരോരുത്തർ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇന്നലെ താമസിച്ച്. ഇവിടെ ചാർജറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ചാർജൊക്കെ ചെയ്ത് 3 പ്ലഗ് കുത്താം, ഒരു പ്ലഗ് കൂടി എക്സ്ട്രാ കുത്താം. അപ്പോൾ ഗ്രൂപ്പായി വന്ന് ഇവിടെ താമസിക്കാന്ന് വെച്ചാൽ കളറായിരിക്കും. ഇവിടെ നമുക്ക് ഒരുമിച്ച് തന്നെ കിടക്കാം. നല്ല വൃത്തിക്ക് ഇങ്ങനെ ബെഡൊക്കെ ഉണ്ട്, ബെഡ്ഷീറ്റ്. അങ്ങനത്തെ ഒരു പുതപ്പെടുത്തിട്ടാണ് നമ്മളിന്ന് ട്രക്കിങ്ങിന് പോയത്. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഇവിടെ ഗായ്സ്, നമ്മളിപ്പോൾ ഒരു ഡിബേറ്റാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഡിബേറ്റിൽ നന്നായി പ്രസന്റ് ചെയ്യുന്ന അവര് ഡിബേറ്റിന്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇനി നമുക്ക് ഫുഡ് നോക്കിയിട്ട് വരാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ആൻഡ് ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ ബീഫ്. നമ്മളെ വീട്ടിലുണ്ടാക്കണായിട്ടാൽ ഹോം മെയ്ഡ് ഫുഡുകളാണ്. ഇവിടെ തന്നെ ഇവരുണ്ടാക്കും. ഇവിടെ തന്നെ ഉണ്ടാക്കുക, ഇവിടെ തന്നെ ഫുൾ പരിപാടി, ഇവിടെ തന്നെ തിന്നാം. അത്രേ ഉള്ളൂ. അത് പുട്ടിങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിൽക്കാം. പെട്ടെന്നാണ്, സോ ഫാസ്റ്റ് ഗൈസ്. അങ്ങനെ അവിടുന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി. കുളി കുളിച്ചപ്പോൾ അളിയ ഒരു രക്ഷയില്ല, കിടിലൻ തണുപ്പ്. ഇവിടെ വന്നാൽ പിന്നെ കുളിച്ചില്ലെങ്കിൽ വളരെ സീനാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഒതുങ്ങിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ ഒരാളായി മാറി. ക്ലൈമറ്റിൽ ബോഡിയൊക്കെ ഓക്കെ ആയി. ഇനിയിപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. എന്താ ഇവിടെ ചായക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജാമുണ്ട്, ബ്രെഡുണ്ട്, പിന്നെ ഗ്രീൻ പീസിൻ്റെ കറി, ചിക്കൻ കറി, പിന്നെ പുട്ട്. ഇതൊക്കെ ഇവിടുന്ന് ഇവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നതും കിച്ചണിൽ ഉണ്ടാക്കുക, ഇവിടുന്ന് തന്നെയാണ് എല്ലാ പരിപാടിയും. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോരുത്തർ കഴിക്കുന്നുണ്ട്. അടിപൊളിയാണല്ലേ? ഉറപ്പ്? ഓക്കെ. ഉപ്പ് ഒക്കെ റെഡിയാണ്? ഒക്കെ റെഡിയാണ്. ഓക്കെ ഗൈസ്, ഒക്കെ റെഡിയാണെന്നാണ് പറയുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് ടീം കഴിക്കുന്നുണ്ട്, ഇവിടുന്ന് കുറച്ച് ടീം കഴിക്കുന്നുണ്ട്. അഭിപ്രായം ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞാൻ അതപ്പം കഴിക്കും. ഫുഡ് പോരാ, ക്യാമ്പും പോരാ, ഡാർക്കായി. ഓക്കെ. പിന്നെ ഫുഡ് എന്താ? ഉപ്പ് അല്ല, നിങ്ങൾ പറയൂ, നിങ്ങളൊരു ഒപ്പീനിയൻ പറഞ്ഞാൽ മതി. ഗുഡ്. ഓക്കെ. നിങ്ങളത്? ചായയിൽ മധുരമുണ്ട്. അടിപൊളിയാണ്. ചായ സൂപ്പറാണെന്നാണ് അവിടുന്ന് കിട്ടിയ ഓർഡർ. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. ഇനി ഞാൻ കഴിച്ചിട്ട് വിശദമായി പറഞ്ഞുതരാം. ഗൈസ്, ഇനി ഞാൻ കഴിച്ചിട്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് സ്ഥിതികൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. എൻ്റെ വിലയിരുത്തൽ യഥാർത്ഥ വിലയിരുത്തലാണ്. എന്താ ഇവിടെ ഒരു ബോസ് കഴിക്കുന്നുണ്ട്. അടിപൊളി ഫുഡാണ്. ചിക്കൻ കറി. ഓക്കെ. എന്നാൽ ഇനി നമ്മളൊന്ന് കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതുവരെ സീ യു സൂൺ. നമ്മൾ കുളിച്ച് മാറ്റി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫുള്ള് റെഡിയായി. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി അതിലേക്ക് നീങ്ങി. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പാടെ ചെയ്ത് ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകും. അത്ര തന്നെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒക്കെ എടുത്തു വെച്ച് അങ്ങനെ ഒരു ബ്രെഡും കഴിച്ച് ഒരു ജാമും കഴിച്ച് അടിപൊളിയാണ്. പിന്നെ ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ഗെയിംസ്. എന്തൊക്കെ ഗെയിംസാ? ആക്ടിവിറ്റീസ് ഗെയിംസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിമനോഹരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ആവുന്നതാണ്. അത് മാത്രമല്ലേ ഉള്ളൂ? പിന്നെ ഒരു ഗെയിംസ് ഉണ്ട്. എന്താണ് ഗൈസ്? അത് കഴിഞ്ഞാൽ ഒരു ഗെയിമും കൂടി വരുന്നുണ്ട്, ഒരു ഫിലിം ഗെയിംസ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെക്കൗട്ട് ആവുന്നതാണ്. കലാസ് അല്ലേ?
ഓക്കെ, അത് അത്രേ നമ്മളെ ഇന്നത്തെ പരിപാടി വരുന്നുള്ളൂ. മാക്സിമം ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റാണ്, ഒന്നും പറയാനില്ല. ചിക്കൻ കറി, പുട്ട്, ഗ്രീൻ പീസ്, ബ്രെഡ്, ജാം, അത് പോരാ അളിയാ, അത് പോരെ. പിന്നെ എനിക്ക് ഏറ്റവും അടിപൊളിയായത് ഞാൻ രാവിലെ ഒരു കുളി കുളിച്ച്, അമ്മാതിരി തണുപ്പ് മൊത്തം ഒരു നമ്മൾ ഈ ഒന്നുമില്ലേ എന്താ ഞാൻ പറയാ, ഒന്ന് റീഫ്രഷ് ആവുമെന്ന് പറയില്ലേ, അതേമാതിരി. ഇപ്പം എനിക്ക് ഒരു ഇവിടെ പ്രകൃതിയായിട്ട് ഇണങ്ങി ഒന്നും ചെയ്യാനില്ല, ഒരു ഹാപ്പിനെസ്, വേറെ തന്നെ ഫീലിങ്, ഒരു വേറെ ഒരു വൈബ്, നല്ലൊരു ഫ്രഷ്നെസ് ഉള്ള വാട്ടറും ഫ്രഷ്നെസ് ഉള്ള ക്ലൈമറ്റും. എൻ്റെ മോനെ ഇവിടെ മൊത്തം ഡാൻസ്. ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് ലാസ്റ്റ് ഒരു ഗെയിം വരുന്നുണ്ട്, കുറെ ക്ലാസ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ എന്താണ് പരിപാടി? ഇത് നമ്മളെ ഗെയിം സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ പേപ്പർ ഗ്ലാസും ബലൂണും വെച്ചിട്ട് ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ വിന്നർ ആണ് നമ്മൾ ലാസ്റ്റ് കാണിക്കും. ഓക്കെ, അതൊക്കെയാണ് ഇവിടുത്തെ നെക്സ്റ്റ് പരിപാടി വരുന്നത്. ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ബലൂണ്, ഇവിടെ നിങ്ങൾ കപ്പ് ഉണ്ടല്ലേ, അപ്പോൾ ഈ ബലൂണ് ഞാൻ ചെയ്യണം കണ്ടു കേട്ടോ. ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് അടിയിൽ 4 എണ്ണം, മേലെ 3, 2, 1. അവിടെ നോയ്സ് കാരണം നമ്മൾ ഇവിടെ വന്നിട്ടാണ് പറയാൻ പോകുന്നത്. ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബലൂണ് വീർപ്പിക്കും, എന്നിട്ട് ഈ ക്ലാസ്സിൽ മൊത്തം ബലൂണിൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെ മേലെ ഇങ്ങനെ തട്ടായി വെച്ച് ഏറ്റവും വലിയ കൊട്ടാരം ആരാണോ ഉണ്ടാക്കുന്നത് അവർ വിന്നായി, അവർ ജയിച്ചു, അവരെ ടീം വിജയിച്ചു. അങ്ങനെ നമ്മൾ 1, 2 ടീമിനെ കണക്കാക്കിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് പോവാണ്. ഇനി നെക്സ്റ്റ് ടീമിന്റെ കളിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ മറിഞ്ഞു വീഴാണെങ്കിൽ ടീംമേറ്റിന് വന്നിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം, അല്ലാണ്ട് ഈ അറ്റത്തുള്ളത് കൈ ഒന്നും പറയാൻ കഴിയില്ല, ഇവിടെ പറയണ മാതിരി തന്നെ കാര്യങ്ങൾ. അങ്ങനെ ഇവിടുന്ന് പിരിഞ്ഞു പോവാണ്. അപ്പോൾ അടിപൊളി ക്യാമ്പായിരുന്നു. അപ്പോൾ ഇനിയും കണ്ടുമുട്ടാം. ഓക്കെ, നമ്മളെ ക്യാമ്പിന് വരണം, ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അടുത്ത ക്യാമ്പ് പെട്ടെന്ന് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ആ കൂട്ടിൻ്റെ അടുത്ത് അതിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഒരു ക്യാമ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞ് പിന്നെ നമ്മളെ ജീപ്പ് ഇങ്ങനെ കയറി വന്ന് ഇവിടെ എത്തി നമ്മൾ പിക്കപ്പ് ചെയ്ത് നേരെ അടി കൊണ്ടുപോയിടും. പിന്നെ ഇന്നലെ ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ആ ഉറക്ക ക്ഷീണത്തിലാണ് അന്നത്തെ ഒരു വ്ളോഗ് വരുന്നത്. അപ്പോൾ ചെറിയ ഉഷാറ് കുറവൊക്കെ ഉണ്ടാവും. പോയി ബസ്സിലിട്ട് കയറി കിടന്നുറങ്ങണം, അതാണ്. ഉറങ്ങാൻ കഴിയൂല, അമ്മാരി മുട്ടിപ്പാട്ടും മറ്റേ പരിപാടിയൊക്കെ അല്ലേ, അമ്മാരി പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പ്രോപ്പർട്ടിയിൽ നിന്ന് വിട പറഞ്ഞ് പോവാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ ഇപ്പോൾ നടത്താൻ പോകുന്നത്. ഇതിവിടെ നമ്മൾ ഇവിടെ വിസിറ്റേഴ്സ് വരുമ്പോൾ ഇരിക്കാൻ പറ്റിയൊരു സൗകര്യമാണിത്. നല്ലൊരു മെച്ചമുണ്ട്, എന്താ വെച്ചാൽ നല്ല തണലും കാര്യങ്ങളും. അവരൊക്കെ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ക്യാമ്പിനെ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ആരാ നിങ്ങൾക്ക് അറിയോ? ഇന്നലത്തെ വീഡിയോസിലുള്ള ഗിറ്റാറിസ്റ്റ്. എന്താ പറയാന്ന് വെച്ചാല് നല്ലൊരു അനുഭവമായിരുന്നു. ഇനിയൊന്നും എന്റെ ബായിൽ വെക്കുന്ന ക്യാമറ കുറച്ച് ബാക്കോട്ട് വെക്ക്. ക്യാമ്പിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് പാട്ട് പാടാൻ പോയിട്ടുണ്ട്. ഫാസിലെല്ലാം കൂടെ തന്നെയാണ് പോയത്. അപ്പൊ എന്താ അതിലുപരി എന്തോ ഒരു ഭയങ്കര വൈബ്. ഇന്നലെ ഒരു ദിവസം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എങ്ങനെ അല്ലെങ്കിൽ 2 ദിവസം ഒരു ഈക്വൽ ആയിട്ട് അങ്ങനെ പോകുന്നത്. ഒരു നോർമൽ ഇങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകുന്നത്. പക്ഷെ എന്താ അറിയില്ല, ഇന്നലെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ആ കുട്ടിപ്പാട്ടിന്റെ സമയമാണെങ്കിലും ഗിറ്റാർ പ്ലേ ചെയ്തിട്ടുള്ള അപ്പാക്കിന്റെ ഗിറ്റാറിന്റെ സമയത്തും ഭയങ്കര ഒരു ഫീൽ ഗുഡ്. എന്താ പറയാ, ഒരു മൊത്തത്തിൽ ഇങ്ങനെ ഒരു ബ്ലോയിങ് ആയിട്ട് ഇങ്ങനെ നല്ല ഉഷാറായിരുന്നു. ഇന്നലെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ലായിരുന്നു.
ഇന്ന് രാവിലെ പിന്നെ എന്തോ കുറച്ച് പരിപാടി ഉള്ള പോലെ തോന്നി. ഒന്നുമില്ല, ഫുഡ് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല. പിന്നെ എവിടെയൊക്കെ ചെറിയ ഇതുണ്ടാവുമല്ലോ. ആദ്യത്തെ ക്യാമ്പാണല്ലോ, അതിൻ്റെതായ ഇത് മുമ്പ് ക്യാമ്പിന് പോയതുകൊണ്ടായിരിക്കാം അത് ഫീൽ ചെയ്തത്. എന്നിരുന്നാലും ഓവറോൾ അടിപൊളിയാണ്, ഉഷാറാണ്. അടുത്ത ക്യാമ്പിൽ ഇതിനും ഉഷാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മളെ ട്രെക്കിങ്ങും ഒക്കെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു യൂട്യൂബറാണ്. അപ്പോൾ ഇതിന്റെ ഒക്കെ ഒരു വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടാവും. അപ്പോഴാണ് നിങ്ങൾക്ക് മൊത്തത്തില് ഇതിന്റെ ഒരു കഷ്ടപ്പാടും ഒക്കെ ഒന്ന് മനസ്സിലാവും. അപ്പോ എല്ലാരും മാക്സിമം എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇനി അടുത്ത ക്യാമ്പിൽ വെച്ചിട്ട് നമ്മൾ കാണാം. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. ഞങ്ങള് രാത്രി നമ്മളെ സംസാരിച്ചിരിക്കാനെ പറ്റിയിട്ട് നല്ല രസം, നല്ല അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങള് വല്ലാണ്ട് എൻജോയ് ചെയ്തു. ഞങ്ങള് പിന്നെ ഇവിടുത്തെ കഴിഞ്ഞ് പിന്നെ റൂമിൽ നിന്നൊക്കെ ആയിട്ട് ഞങ്ങള് ചിരിയാണ് ഫുള്ള് മൊത്തത്തിൽ. 4 മണി വരെ ഞങ്ങള് ചിരിയാണ് ഫുള്ള്. ഞങ്ങള് റൂമിൽ നിന്ന് അവിടുന്ന് ചിരി നല്ല മൂടായിരുന്നല്ല. പിന്നെ ഇന്ന് സാധാരണ ക്യാമ്പിൽ അങ്ങനെ തന്നെയാണ്. തലേന്നാ മെയിനായിട്ട് പരിപാടികളുണ്ടാവും. രാവിലെ പിന്നെ ആയാല് ഫുഡ് ഇതൊക്കെ ആയിട്ട് അതങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ ഒന്നും കാര്യമായിട്ടൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല. നല്ല അടിപൊളിയാണ്. ഇതാണ് നമ്മളെ എറണാകുളത്ത് നിന്ന ആള്. അങ്ങനെ നമ്മള് വിട പറഞ്ഞു പോവാണ് അല്ലേ? പോവല്ലേ? ഓക്കെ. അങ്ങനെ നമ്മളെ ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് പോവാണ്. എല്ലാം കഴിഞ്ഞു. ഒന്നും വേണ്ട. വിട പറഞ്ഞു പോണ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇനി നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഇവിടുന്ന് പോവാ. അപ്പൊ നമ്മളെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ മേലെയാണ് ഇന്നലെ കടന്നത്. ഇവിടെ നമ്മൾ ഇന്നലെ കടന്ന് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുള്ള് വിഷയം. അങ്ങനെ 2 പുതപ്പ് അതൊക്കെ ഇട്ടിട്ടാണ് ഇന്നലെ കടന്നത്. വിഷയം തണുപ്പായിരുന്നു. ഇവിടെ ഫുൾ വിഷയമായിരുന്നു. അങ്ങനെ നമ്മള് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് കിടത്താണ്. ഭയങ്കര പരിപാടിയായിരുന്നു. ഇന്നലെ രാത്രി വൻ പരിപാടി. ഇന്ന് നമ്മള് ഇവിടുന്ന് വീട് പറഞ്ഞ് പോവാണ്. ഒന്ന് കിടക്കാൻ തോന്നുന്നുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആകെ തീർന്ന്. ഇനി നമുക്ക് നേരെ ട്രക്കിങ്ങിന്റെ ജീപ്പ് നമ്മൾ വന്ന മാതിരി തന്നെ താഴത്തേക്ക് ഇറങ്ങുന്നു. മീനാക്ഷിന്ന് നേരെ കോഴിക്കോട്. അതായിരിക്കും ഇനി അടുത്തത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞു പോവാണ്. ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നമ്മൾ ഇവിടുന്ന് പോകാൻ പോവാണ്. വിട പറഞ്ഞു പോവാ ഗൈസ്. അങ്ങനെ നമ്മളെ ജീപ്പ് വരുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ വേറെ കിടിലം ഫിറോസ് ഡ്രൈവറാണ് വരുന്നത്. ഒരു രക്ഷയില്ല. പോവാൻ നേരത്തെ ഒരു ഗോയിങ് റിംഗ് ഉണ്ട്. ഓക്കെ ഗൈസ്. ഡേർവാമൻ ഒരു ആയി പറഞ്ഞോളൂ. ഓക്കെ, പൊളിക്കണം നമുക്കിന്ന്. ഓക്കെ, ഞാൻ ഇങ്ങനെയുള്ള ആളാണ്. ഈ ജീപ്പ് നോക്കും. ജീപ്പിനെ കുറിച്ച് എന്താ നമ്മൾ പറയാപ്പോ? മഹേന്ദ്രന്റെ ജീപ്പാണ്. പിന്നെ നമ്പർ KL60D4838. അപ്പം അതായത് ആ ജീപ്പ് എന്ന് പറഞ്ഞാല് ജീപ്പാണ്. ഓക്കെ. ഇതോ ഇത് വേറെ ഏതാ ജീപ്പാണ്? ഇത് മറ്റൊരു ജീപ്പാണ്. ആണ് ജെസി ചേച്ചി പറയുന്നത് ലുട്ടാപ്പിയാണെന്ന്. ലുട്ടാപ്പിയാണ് ജീപ്പിന്റെ പേര് ലുട്ടാപ്പി. അപ്പൊ അതിനെന്താ ചെയ്യുന്നത്? അത് ബ്രദേഴ്സ്. ഗൈസ്, അങ്ങനെ നമ്മൾ വിട പറഞ്ഞ് പോവാണ്. കളിയും തമാശയും മൊത്തമായി വിട പറയുകയാണോ? വിട പറഞ്ഞു പോവാണ്. ഫുൾ ട്രക്കിംഗ്. നമ്മൾ വന്ന മാതിരി തന്നെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ പോവാ. ഒരു ജീപ്പ് മേലേക്ക് കയറി പോകുന്നു. എൻ്റെ മോനെ, അമ്പോ സീനാണ് ഗൈസ്. നമ്മളിങ്ങനെ ഡബ്ബർ മാതിരി ചാടി കളിക്കാം. അങ്ങനെ ഞങ്ങൾ ജീപ്പിൻ്റെ സവാരിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ലാൻഡ് ചെയ്ത്
അങ്ങനെ എപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു ഭൂമിയിലെത്തിയത്. ഇവിടുന്നായിട്ട് നമ്മൾ ജീപ്പ് സഫാരി തുടങ്ങി അവിടേക്ക് പോയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ കിടില്ല, ഒന്നും പറയാനില്ല, വിഷയമായിരുന്നു. ഇതായിരുന്നു നമ്മളെ ഡ്രൈവർ, അടിപൊളിയായിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു ഇത് മനസ്സിലാവുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു ക്യാമ്പിനൊക്കെ പോകുന്നത്. അതും ഇങ്ങനത്തെ സ്ട്രെയിൻഡസ് ക്യാമ്പിനൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ സ്ട്രെയിൻഡസ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ കാട്ടിലൊക്കെ പോയിട്ട് താമസിക്കണം, എന്നാലേ അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഈ ക്യാമ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു 100ൽ നമ്മളൊരു 80% ഓക്കെ, 80% ഞാൻ യോജിക്കുന്നുണ്ട്. ബാക്കി 20% ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അത് ഈ കാണുന്ന ക്യാമ്പിൻ്റെ ആൾക്കാർ റെഡിയാക്കാന്ന് വെച്ചാൽ ഓക്കെയാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. 20% മാത്രമേ ഞാൻ തരാത്തതുള്ളൂ. ബാക്കി മൊത്തം പെർഫെക്റ്റ് ഓക്കെയാണ്. ഇനി ഞാൻ നെക്സ്റ്റ് ടീമിൻ്റെ കൂടെ ക്യാമ്പ് പോവും. എല്ലാവരും എന്നെ വിളിച്ചോ, ഞാൻ എന്തായാലും വരും. എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമായി, മൂഡായി. അടിപൊളി പരിപാടിയാണ്, നല്ല രസമാണ്. ഇനി എല്ലാവർക്കും എന്നെ വിളിക്കാൻ ഞാൻ വരും, ഇറങ്ങി ഉറപ്പായിട്ട് വന്നിരിക്കും. എല്ലാ ക്യാമ്പിനും ഞാൻ വരും. എന്നത് വെറുതെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ വന്ന് വ്ളോഗ് എടുത്ത് കളറാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്യാമ്പിൽ വെച്ച് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമ്മൾ സാധാരണമാതിരി തന്നെ 5 മണിക്ക് വീഡിയോസ് കയറുന്നതാണ്. അപ്പോൾ ഇനിയും അടിപൊളി കാഴ്ചകൾ കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയോട് കൂടി അനസ് വ്ലോഗ് 21 പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഉറങ്ങി തീർക്കാനുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പക്ക ഓക്കെയാണ്. നല്ല തണുപ്പും നല്ല വെള്ളത്തിനൊക്കെ നമ്മൾ ഫ്രീസറിലൊക്കെ വരുന്ന മാതിരിയാണ്. ബാക്കി നിങ്ങൾക്ക് അറിയാലോ, 900 കണ്ടി പോയവർക്ക് അറിയാലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ശരി, കാണാം. ഓക്കെ. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒന്നുകൂടി അടിപൊളിയാക്കാനുണ്ട്. വെൽക്കം ഡ്രിങ്ക് പോരാ, അതൊന്നും പോരാ. അത് എന്താണ്, ഒരു ചെറിയൊരു ഉപ്പ് പഞ്ചസാര വെള്ളം കലക്കി തരുന്ന മാതിരിയുണ്ട്. ഒന്നുകൂടി അടിപൊളിയാക്കണം. പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ട്രെയിൻഡേഴ്സിൻ്റെ ക്യാമ്പിന് വെച്ച് കാണാം. അപ്പോൾ ഇനി നമുക്ക് സാധാരണ നമ്മളെ പ്രാങ്ക് വീഡിയോസ് മാതിരി അടിപൊളി സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഡെയിലി 5 മണിക്ക് ഉണ്ടാവും. പിന്നെ കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളും ഉണ്ടായിന്. മിനിയാന്നത്തെ നമ്മളെ ക്യാഷ് ആൻഡിൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ അതും നിങ്ങൾ അടിപൊളിയാക്കണം. പിന്നെ വേറെ ഇപ്പം എന്താ പറയുക, വേറെ ഒന്നുമില്ല. അപ്പോൾ ശരി, കാണാം. With a digit, they call that shit pimpin'. Could tell it's me and the LV up on my Timberland.